السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. العاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام على الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണിതരായ സഹോദരി സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി ഭൂമിയുടെ അതിവേഗതയിലുള്ള കറക്കം, രാപ്പകലുകൾ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കും. 3-4 മാസങ്ങൾക്ക് മുൻപ് റമദാൻ വരാനിരിക്കുന്നുവെന്ന പ്രതീക്ഷയും സന്തോഷവും ഒരുക്കവുമായി കഴിഞ്ഞുകൂടിയിരുന്ന നമ്മൾ അതിൽ 5 ദിവസം പിന്നിട്ട് 6ാമത്തെ രാത്രി നമസ്കാരവും നിർവഹിച്ചു കഴിഞ്ഞു. അതിവേഗതയിലുള്ള ഈ ഒരു പോക്കിൽ ശക്തമായ വിചാരങ്ങളും വിചാരണകളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയും, പരിശുദ്ധമായ റമദാൻ, ആ റമദാനിൽ നോമ്പിനെ നിർബന്ധമാക്കിയത്, കൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ലക്ഷ്യം, ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം, ഒരുപാട് ലക്ഷ്യങ്ങൾ നേടേണ്ടതുണ്ട് നോമ്പ് മുഖേന, ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും മുത്തഖികൾ ആയി മാറുക എന്നുള്ളത്. സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് തഖ്വ ഉണ്ടാവുക എന്നുള്ളത്. സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശങ്ങൾ നടത്തുന്നിടത്തൊക്കെ അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം ഉഅദ്ദത്ത് ലിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് തഖ്വ? 2 ഭാഗങ്ങളാണ് തഖ്വക്കുള്ളത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ, റസൂലുള്ളാഹി വിശദീകരണമായി ഹദീസുകളിലൂടെയുള്ള അവാമിറുകൾ, കൽപ്പനകൾ, മതം എന്തൊക്കെ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കുന്നതിനാണ് തഖ്വ. അതിന്റെ 2ാമത്തെ വശം എന്ന് പറയുന്നത്, എന്തൊക്കെയാണോ പ്രമാണങ്ങൾ വിരോധിച്ചത്, അരുത് എന്ന് എവിടെ പ്രമാണത്തിൽ കണ്ടുപോ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ജീവിക്കുക എന്ന്. പലപ്പോഴും തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പരാജയപ്പെട്ടില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം നിസ്സാരവൽക്കരണം. നമ്മൾ ചെയ്യുന്ന തിന്മയൊക്കെ നമുക്ക് ചെറുതാണ്. മറ്റുള്ളവന്റെ ജീവിതത്തിലേക്കാണ് നോക്കിയിട്ട് എന്നെക്കാളും വലിയ തിന്മ ചെയ്യുന്നവനാണ് മറ്റാൻ, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും എന്നുള്ള നമ്മുടെ കർമ്മങ്ങളെയും മറ്റുള്ളവരുടെ കർമ്മങ്ങളെയും ഒരു താരതമ്യം ചെയ്ത് നമ്മുടെ തിന്മകളൊക്കെ അങ്ങനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത്, ആ തിന്മകളിൽ നിന്ന് മോചനം നേടാതെ അവിടെ തന്നെ നിലനിൽക്കുകയും തഖ്വ ആർജിക്കാൻ കഴിയാതെ പോവുകയും. പ്രകൃതിപരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. കൽപ്പനകൾ അനുസരിക്കാതിരിക്കുക, തിന്മകൾ പ്രവർത്തിക്കുക, അതിന്റെ ഫലം ശിക്ഷയാണ്. അത് ദുനിയാവിലെ സംവിധാനങ്ങൾ അങ്ങനെ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചതും അങ്ങനെ തന്നെ. ആ തിന്മകൾക്ക് റബ്ബ് നിശ്ചയിച്ച ശിക്ഷകൾ പല വിധത്തിലാണ്. ചിലത് ദുനിയാവിൽ വെച്ച് തന്നെ സ്പോട്ടിൽ കിട്ടും, അങ്ങനത്തെ ചില കർമ്മങ്ങളുണ്ട്. അതോടുകൂടി തീരുന്നവയുണ്ട്. എന്നാൽ ദുനിയാവിൽ ശിക്ഷ ലഭ്യമാകുന്നതോടൊപ്പം ആഖിറത്തിൽ ശിക്ഷ ലഭ്യമാകുന്ന കാര്യം. രണ്ടിന്റെയും ഇടയിലുള്ള ബർസഖി ജീവിതം, ഖബർ ജീവിതം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകമായ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായ ചില ശിക്ഷകളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ആഖിറത്തിലേക്ക് എത്തിയാൽ അവിടെ അനുഭവിക്കുന്ന മാനസികമായ ക്ലേശങ്ങൾ ശിക്ഷയായി നൽകുകയും
എന്നിട്ട് നരകപ്രവേശനമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകൾ വിചാരണയുടെയും സിറാത്തിന്റെയും മീസാനിന്റെയും ഒക്കെ ഘട്ടങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകൾ ഒന്നിച്ചെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. അല്പസമയം ഏതാനും ചില കാര്യങ്ങൾ മാത്രം ബർസഖി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമാണങ്ങൾ പരാമർശിച്ച ചില കാര്യങ്ങൾ. നമ്മളൊക്കെ ജീവിതത്തിൽ ചെറിയ തിന്മയാണ് എന്ന് കരുതിപ്പോവുകയും എന്നാൽ മതം അതിന് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചില പ്രാധാന്യം നൽകപ്പെടുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ നിയോഗം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി റസൂലുള്ളാഹിയെ നിയോഗിച്ചു? സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറയുന്നത് യുസക്കി, ശുദ്ധീകരിക്കാൻ. എന്തൊക്കെ മാലിന്യങ്ങളിൽ മ്ലേച്ഛതകളിൽ മനസ്സും ശരീരവും അവൻ അനുഭവിക്കുന്ന അവന്റെ ഇടപെടുന്ന മേഖലകളും സമ്പത്തും ഒക്കെ എന്തൊക്കെ മാലിന്യങ്ങളിലേക്ക് ബന്ധപ്പെടുന്നുണ്ട് അവയിൽ നിന്നെല്ലാം ഒരു സമ്പൂർണമായ തസ്കിയത്ത് അത് ആവശ്യം. അവിടെ എവിടെയാണോ വീഴ്ച വരുന്നത് അത് ബർസഖി ജീവിതത്തിലെ ശിക്ഷകൾക്ക് കാരണമായി തീരുന്നുവെന്ന് ആയത്തുകളും ഹദീസുകളും എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര അന്നഹു മർറ ബിഖബ്റൈൻ യുഅദ്ദിബ ഫഖാല ഇന്നഹുമാ യുഅദ്ദിബ. രണ്ട് ഖബറുകളുടെ സമീപത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ കൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ രണ്ട് ഖബറിലെയും ഖബറാളികൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഈ രണ്ട് ഖബറിലുള്ള ആളുകൾ അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ ഗൗരവമേറിയ ഒരു വലിയ മഹാപാതകം അത് ചെയ്തതിന്റെ പേരിൽ ഒന്നുമല്ല ശിക്ഷിക്കപ്പെടുന്നത്. അമ്മ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ. മൂത്രമൊഴിക്കുന്ന സമയത്ത് അവിടെ മറ സ്വീകരിക്കാതിരിക്കും. ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് മൂത്രത്തിന്റെ വിഷയത്തിലുള്ള ശ്രദ്ധയില്ല. എവിടെയെങ്കിലൊക്കെ നിന്നങ്ങനെ മൂത്രമൊഴിക്കുക. യാത്രക്ക് പോകുമ്പോൾ ആളുകൾ കാറൊക്കെ നിർത്തും, നിന്ന് ഓപ്പണായിട്ട് അങ്ങോട്ട് മൂത്രമൊഴിക്കും. ശുദ്ധീകരണം നടത്താതിരിക്കുക, മറ സ്വീകരിക്കാതിരിക്കുക, ശുദ്ധീകരണം നടത്താതിരിക്കുക. രണ്ടാമത്തെ ഖബറിലുള്ള വ്യക്തിയുടെ അവസ്ഥ അവൻ നമീമത്വമായി ഏഷണിയുമായി നടക്കുന്നവനായി. ഒരാളോട് എന്ന് സംസാരിക്കുക, എന്നിട്ട് ഇവിടുന്ന് കിട്ടിയതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് കൊളത്തുക, അവനാന്റെ വക കുറച്ച് കയറ്റുക, എന്നിട്ട് അവിടുന്ന് കിട്ടിയത് ഇങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ അടിപ്പിക്കുക. സംഘടനകൾ തമ്മിൽ അടിപ്പിക്കുക, വ്യക്തികളെ തമ്മിൽ അടിപ്പിക്കുക, സംഘടനയുടെ ഉള്ള നേതാക്കന്മാരെ തമ്മിൽ അടിപ്പിക്കുക, കുടുംബത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിച്ച് പിരിപ്പിക്കാനുള്ള എന്തൊക്കെ പണികൾ ഈ ഫിത്ന കൊണ്ട് നടക്കും. നാവുകൊണ്ടാ പണി. മനസ്സ് ശുദ്ധിയുണ്ടെങ്കിലേ നാവ് ശുദ്ധിയുള്ളതാവുകയുള്ളൂ. നാവ് നരകത്തിലെത്താൻ കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി ഹദീസുകളോടെ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിന് മോചനത്തിനുള്ള മാർഗം എന്താ? നാവിനെ പിടിച്ചു കാണിച്ചു കൊടുക്കുന്നത്, നിയന്ത്രിച്ചാൽ മതി. ഖബർ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്നുവെന്ന് നമുക്കൊരു മോചനം ആവശ്യമാണ്, നമുക്ക് മാറ്റങ്ങൾ ആവശ്യമാണ് ജീവിതത്തിൽ. റമദാനിന്റെ മുൻപുണ്ടായിരുന്ന ഒരവസ്ഥ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ശുദ്ധീകരണ ജീവിതത്തിൽ അത് റമദാൻ കഴിഞ്ഞാലും അങ്ങനെ ആയി മാറാൻ പാടില്ല. തറാവീഹ് നമസ്കാരം നിർവഹിക്കുന്ന സൂറത്തുൽ ബഖറയുടെ 222-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ യുഹിബ്ബു തവാബീൻ വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും തൗബ ചെയ്യുന്ന ആളുകളെ, ശുദ്ധി വരുത്തുന്ന ആളുകളെ. ശാരീരികമായ ശുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാമിലെ അതിസുപ്രധാനമായ ഘടകമാണ്. വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങൾ, പല്ലുതേക്കൽ മുതൽ മലമൂത്ര വിസർജനത്തിന് ശേഷമുള്ള ശുദ്ധീകരണം മുതൽ ഹൈമു നിഫാസുമായി ബന്ധപ്പെട്ട കുളി മുതൽ വെള്ളിയാഴ്ച ദിവസം കുളിക്കാൻ വേണ്ടിയുള്ള കൽപ്പന മുതൽ വിശദീകരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായ ശുദ്ധീകരണം, പ്രത്യേകിച്ച് മൂത്രവിസർജനത്തിൽ അപാകതകൾ അത് മറ സ്വീകരിക്കുന്നിടത്തോ ശുദ്ധീകരണ രംഗത്തോ വീഴ്ചകൾ വരുത്തിയാൽ ഖബറിലെ ബർസഖ് ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സുകളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഫിത്നകളും സമൂഹത്തിൽ ഉണ്ടാവരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
മൂത്രത്തിന്റെ വിഷയം ബനൂ ഇസ്രായേലിനെ കുറിച്ച് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രവിസർജനത്തിന് വേണ്ടി പോകുന്ന സന്ദർഭം റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒരു പരിചയുണ്ട്. ആ പരിച കൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് മൂത്രവിസർജനം നടത്തും. ഇത് കാണുന്ന ആളുകൾ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഹസന, അതുപോലെ തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഒരു ചെറിയ ആള്, കുട്ടിത്തത്തിലുള്ള ആള്, നമുക്ക് സ്ത്രീകൾ മൂത്രം വഹിക്കുന്നത് പോലെ, സ്ത്രീകൾ ഇങ്ങനെ മറിഞ്ഞിരിക്കും, ആണുങ്ങൾക്ക് പിന്നെ എവിടെ നിൽക്കാമെന്ന്, സ്ത്രീകൾ മൂത്രം വഹിക്കുന്നത് പോലെ മറിഞ്ഞിരുന്നുകൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ടാ റസൂല് മൂത്രം വഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്നു റസൂൽ അവരോട് പറയുന്നു, ബനൂ ഇസ്രായേലിയർ മൂത്രം ശരീരത്തിലായാൽ അവിടെ ചുരണ്ടി മാറ്റുക എന്നതായിരുന്നു അവർക്കുണ്ടായിരുന്ന നിയമം. വസ്ത്രത്തിലായാൽ ആ വസ്ത്രം മുറിച്ചു കളയുക, ആ ഭാഗത്ത് നീക്കിക്കളയുക എന്നതായിരുന്നു അവർക്കുണ്ടായിരുന്ന നിയമം. ആ കടുത്ത നിയമത്തിൽ നിന്ന് ഞാൻ മുഖേന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ബനൂ ഇസ്രായേലിലേക്ക് ഉണ്ടായിരുന്ന പല നിയമങ്ങളിലും ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇളവ് നൽകപ്പെട്ട് ശുദ്ധീകരിച്ചാൽ മതിയാകുന്നതാണ്, ഖബർ ശിക്ഷക്ക് കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി മുഖേനയാണ് ഖബറിലെ അധിക ശിക്ഷകൾ. അതുകൊണ്ട് ആ ഒരു മേഖല സൂക്ഷ്മതയും ശ്രദ്ധയും, രണ്ട് കാര്യങ്ങളാണ് ഒരൊറ്റ ഹദീസിലൂടെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. രണ്ട്, മോഷണം, വഞ്ചന, സാമ്പത്തിക മേഖലയിലെ ശുദ്ധീകരണം. ഇന്ന് മഹാഭൂരിപക്ഷം ആളുകളും കച്ചവട രംഗത്ത് മാത്രമല്ല, എല്ലായിടങ്ങളിലും ഹലാലുകളെ ഹറാമുകളെ അത് വളരെ കൃത്യമായി വ്യവച്ഛേദിക്കുകയും തന്റെ സമ്പാദ്യത്തെ സമ്പൂർണമായി ഹലാലാക്കി മാറ്റുവാനുള്ള ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും കച്ചവടക്കാർ കാണിക്കാറില്ല. സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആരും കാണിക്കാറ്. ഒരു യാഥാർത്ഥ്യം ഉറക്കെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എല്ലാവരും 100% അങ്ങനെയാണെന്നല്ല, 99% അങ്ങനെയാണ്. പിന്നെ തൗബ ചെയ്യാം, പിന്നെ ഇസ്തിഗ്ഫാർ നടത്താം, നന്നാകാനൊക്കെ സമയമുണ്ട്. ഇപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് അളവ് കൂട്ടി വരുമാനം ഉണ്ടാക്കാം. ഇങ്ങനെ മോഷണത്തിന്, വഞ്ചിച്ചെടുക്കുന്നതിന് ഒരുപാട് രൂപങ്ങളാണ്, പലതരത്തിലുള്ള ചതികൾ, വഞ്ചനകൾ, എന്തൊക്കെയാ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഒറ്റ ഹദീസ് മാത്രം ശ്രദ്ധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആ സന്ദർഭത്തിൽ കാര്യമായ വലിയ സ്വത്തൊന്നും കിട്ടിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വ്യക്തി ഒരു അടിമയെ കൊണ്ടുവന്നു. മിദ്അം എന്ന പേരുള്ള ഒരു അടിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടക കട്ടിൽ എടുത്തിട്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്ന സമയത്ത് എവിടെ നിന്നോ വന്ന ഒരു അമ്പ്, ആ അമ്പേറ്റുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെടുന്നു. ആ സമയത്ത് കണ്ടു നിന്ന സഹാബികൾ പറഞ്ഞു, ഹനീനൻ, മംഗളം, ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, കല്ലാ വല്ലദീ നഫ്സി ബിയദിഹി ഇന്ന അശ്ശംലത അല്ലതി അഖദഹാ യൗമ ഖൈബറ മിനൽ മഗാനിബി ലം തുസിബ്ഹാ അൽ മഖാസിദ്. ഖൈബറിന്റെ ഗനീമത്ത് സ്വത്തിൽ നിന്ന് അതിന്റെ വിഹിതം ഓഹരി വെക്കുന്നതിലേക്ക് കടന്നു വരാതെ അതിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത ഒരു പുതപ്പ് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. അത് അഗ്നിയാൽ ജ്വലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കും. നരകത്തിൽ എത്തിയിട്ടൊന്നുമില്ല, മരിച്ചു കിടക്കുന്ന സമയത്താ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബർസഖിയായ അവസ്ഥയിൽ താൻ മോഷ്ടിച്ചെടുത്ത വസ്തു മുഖേന അദ്ദേഹം അഗ്നിയാൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ്. ഈ സമയത്ത് ഇത് കേട്ടപ്പോ സഹാബികൾ ഓരോരുത്തരായിട്ട് ഒരു ചെരുപ്പിന്റെ വാറെടുത്ത് വരിക, ഒരാൾ, വേറെ ആള് 2 വാറെടുത്ത് വരിക. യുദ്ധം കഴിഞ്ഞ് പിരിഞ്ഞുപോയി. സ്വാഭാവികമായും ചെറിയ ചെറിയ വസ്തുക്കൾ, ചെരുപ്പിന്റെ വാറ് പോലെയുള്ള വസ്തുക്കൾ, അതൊരു മോഷണത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ കിട്ടിയത് പെറുക്കി പോന്നതാ. അതുകൊണ്ട് ഒരു പുതപ്പിന്റെ വിഷയം അത് ബർസഖിൽ അവൻ ഇപ്പോൾ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചപ്പോൾ കിട്ടിയ ആളുകൾ നേരത്തെ എടുത്തുപോയ സാധനങ്ങൾ ഓരിവെക്കുന്നതിൽ, ഗനീമത്ത് വിഭജിക്കുന്നതിൽ, ഓഹരി വെക്കുന്നതിലേക്ക് കടന്നു വരാത്ത, പരിഗണിക്കാത്ത വസ്തുക്കളെല്ലാം ആളുകൾ കൊണ്ടുവന്നു കൊടുത്തു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സമയത്ത് പറഞ്ഞു, ശിറാകുൻ മിൻ നാർ, നരകത്തിൽ നിന്നുള്ള ഒരു ചെരുപ്പിന്റെ വാറയാണ്.
അഥവാ അതൊരു ശിക്ഷയ്ക്ക് കാരണമായി ഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, നമ്മുടെ സമ്പാദ്യത്തെ സമ്പൂർണമാണ് ഇവിടെയൊക്കെ കുടുംബത്തില്, മഹല്ലില്, പള്ളിയില് ഒക്കെ കണക്കൊന്നും ആരോട് ബോധിപ്പിച്ചോളൊന്നും. പക്ഷെ വളരെ കൃത്യമായി അല്ലാഹുവിന്റെ മുൻപിൽ താൻ സമ്പാദിച്ചതും താൻ ചെലവഴിച്ചതും കൃത്യമായി മറുപടി പറയേണ്ട ഒരു രംഗമുണ്ട് എന്ന ഈമാൻ. ആ ഈമാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം നോമ്പെടുത്തണം. റബ്ബിന്റെ മുൻപിൽ ഞാൻ നിൽക്കേണ്ടി വരുമെന്നും സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ഉറച്ച വിശ്വാസം. ആ വിശ്വാസമുള്ള ആളുകൾ ഭയപ്പെടണം. ഒരിക്കലും തന്നെ താൻ കഴിക്കുന്നത്, തിന്നുന്നത്, ഇത്ര ദുആ നിർവഹിക്കുന്നത്, ഹറാമ് തിന്നാ ദുആ സ്വീകരിക്കും. റസൂൽ പറഞ്ഞു, ഫഅന്ന യുസ്തജാബു ലിദാലിക, യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ് കൈ നീട്ടി റബ്ബിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ മത്അമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ വഗദിയ ഫിൽ ഹറാം. ഓൻ തിന്നതും കുടിച്ചതും ഉടുത്തതും ആകെ ഹറാമിലുള്ള ജീവിതം. അതുകൊണ്ട് വഞ്ചന, മോഷണം, കച്ചവടത്തില് പാർട്ട്ണർമാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുക, ഗൾഫിൽ അങ്ങോട്ട് പോയിട്ട് കഫീലിനെ കുറെ പറ്റിച്ച് ഇങ്ങോട്ട് പോരുക, മോഷണം പലതരത്തിലാണ്. ഭാര്യന്റെ ഉപ്പാനെ പ്രയാസപ്പെടുത്തിയിട്ട് അവളെ കല്യാണം മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് സ്ത്രീധനം വാങ്ങല്, അങ്ങനെ ഒരു കുളത്തിട്ട് ഇങ്ങനെ നിർത്തണം. ആളെ കൊന്നിട്ട് മോഷ്ടിച്ചാലും ആളെങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും മോഷ്ടിച്ചാലും മറ്റുള്ളവന്റെ തൃപ്തിയില്ലാത്ത, തനിക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒന്നും അനുഭവിക്കാതിരിക്കുക, അതിസൂക്ഷ്മത കാണിക്കുക സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തൗബ ചെയ്യാനുള്ള ഒരു സുലഭമായ മുഹൂർത്തമാണ് നാം കഴിഞ്ഞു പോകുന്ന രാപ്പകലുകൾ എന്ന ഒരു ബോധം നമ്മിൽ ഉണ്ടാവേണ്ടത്. വളരെ സുദീർഘമായ ഒരു ഹദീസിലൂടെ സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞാൽ തിരിഞ്ഞിരുന്ന് ഇങ്ങനെ ചോദിക്കും, ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടിട്ടോ? സാധാരണ ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളോട് ചോദിച്ചു, നല്ല സ്വപ്നം ആരെങ്കിലും സ്വപ്നം? ഞങ്ങൾ പറഞ്ഞു ഇല്ല. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, താൻ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച്. റസൂലുള്ളാഹി കാണുന്ന സ്വപ്നം അത് വഹ്യാണ്. റസൂലുള്ളാഹിക്ക് വഹ്യ് അറിയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ബർസഖി ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ശിക്ഷകളും ആ ശിക്ഷകൾക്ക് കാരണമായി തീരുന്ന പാപങ്ങളെയും സംബന്ധിച്ചു വളരെ ചുരുക്കി വിശദീകരിക്കാം. രണ്ടാളുകൾ എന്റെ അടുത്ത് വന്നു. അവര് എന്നെയും കൂട്ടിയിട്ട് എന്നോട് നടക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി. രണ്ടാളുകൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു. രണ്ടാളുകൾ, ഒരാൾ ഇരിക്കുക, ഒരാൾ നിൽക്കുക. ആ നിൽക്കുന്ന വ്യക്തിയുടെ കൈവശം ഇരുമ്പിന്റെ കൊളുത്തുകൾ പോലെയുള്ള ഒരു വസ്തു. അതുകൊണ്ട് പെരടി മുതല് അവന്റെ വായ വരെ ഇങ്ങനെ പിളർത്തിക്കൊണ്ടിരിക്കും. വലതുഭാഗം അത് പിളർത്തൽ പൂർത്തിയായ സമയത്ത് ഇടതുഭാഗത്തേക്ക് പോയിട്ട് അവിടെ പിളർത്തിക്കൊണ്ടിരിക്കും. അവിടെ കഴിയുമ്പോഴേക്കും ഇവിടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ രണ്ട് വശവും മാറി 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 ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് പിളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഞാൻ ചോദിച്ചു, മഹാദ എന്താണ്? കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, നടക്ക്, മുന്നോട്ട്. അങ്ങനെ മുന്നോട്ട് നടന്നു. ആ സമയത്ത് ഒരു തന്നൂർ, അടുപ്പ് പോലെയുള്ള ഒരു വസ്തു, മന്തിയൊക്കെ ഉണ്ടാക്കാൻ കുഴിമന്തി ഉണ്ടാക്കാൻ കുഴിയിൽ, ഭൂമിന്റെ അടിയിൽ കുഴി കുഴിച്ച് മേൽഭാഗം ഹദീസിൽ കാണാം. അതിന്റെ മുകൾ ഭാഗം ചെറിയ ദ്വാരം, ഉൾഭാഗം വിശാലതയുള്ള ഒരു സ്ഥലത്ത് ഉള്ളിൽ തീ കത്തിച്ചു. എത്തിയോക്കി ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായി മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ നിന്ന് ആളുകൾ മേലേക്ക് വരുന്നുണ്ട്, മേലെ നിന്ന് ആളുകൾ താഴേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. നഗ്നരായ ആളുകളെ കൊണ്ട് എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് ചോദിച്ചു. എന്നോട് മുന്നോട്ട് നടക്കാൻ വേണ്ടി ആവശ്യം. ആ സമയത്ത് അല്പം മുന്നോട്ട് നടന്നപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ കമിഴ്ന്ന് ഇങ്ങനെ കിടക്കുക. മറ്റൊരു വ്യക്തി ഒരു കല്ലുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് എറിയുന്നുണ്ട്. തല എറിഞ്ഞ് ചതക്കുന്നുണ്ട്. ഒരേറെ എറിഞ്ഞ് ആ കല്ലിങ്ങനെ ഉരുണ്ടുപോയി.
ആ കല്ല് തിരിച്ച് വരുന്ന സമയത്തേക്ക് മുറിവ് കൂടിയിട്ടുണ്ട്. വീണ്ടും തലയിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണിതെന്ന് ഞാൻ ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു മുന്നോട്ട് നടക്കുക. മുന്നോട്ട് നടന്നു. അപ്പോൾ കാണുന്നത് ഒരു രക്തം കൊണ്ടുള്ള ഒരു നദി. ആ നദിയിൽ ഒരാൾ നീന്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം കരയണയാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ കരയിൽ നിൽക്കുന്ന പാർശ്വഭാഗത്ത് നിൽക്കുന്ന വ്യക്തി കല്ലുകൊണ്ട് അദ്ദേഹത്തെ എറിയുന്നു. അദ്ദേഹം തിരിച്ചു നീന്തുന്നു. അദ്ദേഹം വീണ്ടും കരയിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും കല്ലെറിയുന്നു. അദ്ദേഹം അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥയെന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ എന്നോട് പറഞ്ഞു മുന്നോട്ട് നടക്കുക. ഞാൻ മുന്നോട്ട് നടന്നു. അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. കൂടെ കുറച്ച് കുട്ടികളുണ്ട്. കുറച്ചപ്പുറത്ത് മറ്റൊരു മരത്തിന്റെ കീഴിൽ ഒരു വ്യക്തി ഇരുന്നു കൊണ്ട് തീയനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് മുന്നോട്ട് നടന്നു ഒരു ഉയരമുള്ള ഭാഗത്തേക്ക് കയറി ഒരു നല്ല വീടിനകത്തേക്ക് പ്രവേശിച്ചു. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി അത്യാഡംബരമായ ഒരു ഭവനം. അവിടെ പ്രായമുള്ളവരുണ്ട്, അവിടെ കുട്ടികളുണ്ട്, അവിടെ സ്ത്രീകളുണ്ട്, അവിടെ പുരുഷന്മാരുണ്ട്. ثم أخرجاني منها فصعدا بالشجرة فأدخلاني دارا في أحسن وأفضل فيها شيوخ وشباب. വീണ്ടും പോയി അല്പം ഉയരമുള്ള ഒരു ഭാഗത്തേക്ക് കയറി. നേരത്തെ കണ്ടതിനേക്കാൾ സൗകര്യങ്ങളോട് കൂടിയ മറ്റൊരു ഭവനം. അവിടെ അതിനകത്ത് വൃദ്ധന്മാരും യുവാക്കളും എല്ലാം ഉണ്ട്. ഈ കാഴ്ച ഇങ്ങനെ കണ്ടിങ്ങനെ പോവാ. ഞാൻ ചോദിച്ചു എന്റെ കൂടെയുള്ള ആളുകളോട്. കുറെ നേരമായാലും എന്നെയും കൂട്ടി ഇങ്ങനെ കറങ്ങാൻ വേണ്ടി തുടങ്ങി. എന്താണിത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് വിശദീകരിക്കാൻ കൊണ്ടുപോയ ആളുകൾ എനിക്ക് മറുപടി നൽകി. ആദ്യമായി കണ്ട മുഖത്തെ ഒരു ഭാഗത്ത് നിന്ന് കൊളുത്തുകൾ കൊണ്ട് കീറി വലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹം വ്യാപകമായ വലിയ വിപ്ലവകരമായ കളവുകളുമായി നടന്നിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ ആ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെ പിളർത്തുമാറുള്ള കളവുകൾ, സംഘടനാ സംവിധാനങ്ങളെ പിളർത്തുമാറുള്ള കളവുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്ന വലിയ വലിയ കളവുകൾ, വലിയ ഐക്യത്തിലൂടെ സ്നേഹത്തിൽ കഴിഞ്ഞു പോകുന്ന വലിയ കച്ചവട പാർട്ട്ണർമാർ, അവരെ തമ്മിൽ പരസ്പരം തെറ്റിപ്പിച്ച് എല്ലാവിധ ബിസിനസ്സുകളും രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് രണ്ടു വഴിക്ക് നടത്താൻ പ്രാപ്തമായ വലിയ വലിയ കളവുകൾ. ഒറ്റ കളവ് പറയാൻ ഒരു മടിയുണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കെതിരെ വ്യഭിചാരമായ ഒറ്റ നാവിൽ നിന്ന് മദീനയിലെ മുനാഫിഖുകളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ നാവിൽ നിന്ന് ആ കളവ് കാട്ടുതീ പോലെയാണ് മദീന രാജ്യം ഒന്നടങ്കം പടർന്നു പിടിച്ചത്. ഒരു മാസക്കാലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീർ വാർത്തുകൊണ്ട് നടന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവും റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സ്വഹാബയെ കിറാമും ഏറെ പ്രയാസപ്പെട്ടത് അവരുടെ കളവിന്റെ പേരിലാണ്. ഇങ്ങനെയുള്ള വ്യാപകമായ കളവുമായി നടന്നിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ബർസഖിൽ അനുഭവിക്കുന്നത്. ഖിയാമത്ത് നാൾ വരെ തന്റെ മുഖത്തിന്റെ ഇരുവശവും പിരടി മുതൽ വായ വരെ വലിച്ചു കീറിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയുണ്ട്. നാവിനെ സൂക്ഷിക്കണം. നാവ് നന്നാവണമെങ്കിൽ മനസ്സ് ശുദ്ധിയുള്ളതായി. തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ കണ്ടത് അഗ്നിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിക്കൊണ്ടിരിക്കുന്ന നഗ്നരായ സ്ത്രീ പുരുഷന്മാർ. അവർ വ്യഭിചാരം വ്യാപകമായി കൊണ്ടിരിക്കുന്നു, വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അതിസൂക്ഷ്മത നമ്മൾ പുലർത്തേണ്ട കാലഘട്ടം. പത്രമാധ്യമങ്ങൾ, ആധുനിക സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമ സംവിധാനങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന വാർത്തകൾ ഇവിടെ നിന്ന് ഈ സമയത്ത് ഉദാഹരണ സഹിതം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളെ, നമ്മുടെ മക്കളെ ശുദ്ധീകരണങ്ങൾക്ക്, ശക്തമായ വിചാരണകൾക്കും ശുദ്ധീകരണങ്ങൾക്കും നമ്മൾ വിധേയരാക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ദിനേന എന്നോണം പുറത്തിറങ്ങി പോകുന്ന നമ്മുടെ മക്കൾ വിദേശങ്ങളിൽ, ബാംഗ്ലൂരും മൈസൂരും മംഗലാപുരത്തൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കൾ അവരുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായി അറിയുന്ന ആളുകളായിരിക്കണം.
എല്ലാ ഫിത്നയിലും പോയി പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിലപിച്ച് കുറെ കരഞ്ഞ് ഇനി ഇങ്ങനത്തെ ദുരന്തമൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് പത്രക്കാരോട് ഇങ്ങനെ പിന്നെ വാപ്പാരുമാരിങ്ങനെ വിളിച്ചു പറഞ്ഞ് കരഞ്ഞ് അതിലൊന്നും വലിയ പ്രസക്തിയൊന്നും. സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ കൃത്യമായ സമയങ്ങളിലുള്ള ഇടപെടലുകളും ശ്രദ്ധയുമുണ്ട്. കണ്ണാണ് വിചാരത്തിലേക്ക് എത്തുന്നത്. ആ വിചാരത്തിലേക്ക് എത്തിക്കുന്നതിൽ കണ്ണിന് ശരീരത്തിന് അതിനാവശ്യമായ മോട്ടിവേഷനുകൾ നൽകുന്നത് നമ്മുടെ കൈവശമുള്ള നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ മൊബൈൽ ഫോണിന് വലിയൊരു റോളുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട്. സാഹചര്യങ്ങളെ അടച്ചു കളയേണ്ടത്. ഈ ഒരു ശിക്ഷ, അഗ്നിയുടെ ശിക്ഷ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. രക്തത്തിന്റെ നദിയിൽ കരക്ക് അണയാൻ സാധ്യമല്ലാതെ ഏറുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹം പലിശയുമായി ബന്ധപ്പെട്ട വ്യക്തി. പലിശ എത്ര ആൾക്കൊന്ന് മോചനമുണ്ട് പലിശയിൽ പറയാൻ സാധിക്കും. എന്റെ വീട്, എന്റെ വാഹനം, എന്റെ മക്കളുടെ പഠനം എല്ലാം ലോണിൽ നിന്ന്, പലിശയിൽ നിന്ന്, ബാങ്കിൽ നിന്ന് മുക്തമാണ് എന്നുള്ളത്. തിന്മയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ന്യായീകരണങ്ങളിൽ നിന്ന് മോചനം നേടേണ്ടതുണ്ട്. പലിശയുമായി ബന്ധപ്പെടാതെ, ബാങ്കുമായി ബന്ധപ്പെടാതെ എങ്ങനെ ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ നടക്കുക എന്ന ന്യായീകരണം എത്രയോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത്രയും കാലം ആ തിന്മയിൽ നിലനിന്നുകൊണ്ടേയിരിക്കും. മോചനം നേടാൻ, തഖ്വ ആർജിക്കാൻ നമുക്ക് സാധിക്കുകയില്ല സഹോദരൻ. ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും, ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും, സാമ്പത്തികമായ വൻ തകർച്ചകൾ ഉണ്ടാവും. പിടിച്ചു നിൽക്കാൻ സാധിക്കണം. അവിടെയാണ് ഖദറിലുള്ള ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനുള്ള ആളുകൾ അവർ നോമ്പെടുത്താൽ മതി. ഏതൊരു ഖൈറും ഏതൊരു ഷർറും ജീവിതത്തിൽ തനിക്ക് ഷറായി ഭവിക്കുന്നുവോ ഖൈറായി ഭവിക്കുന്നുവോ റബ്ബ് ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി നിശ്ചയിച്ച ഒരു വ്യവസ്ഥയാണ് എന്ന് ആർക്കാണോ ബോധ്യമുള്ളവൻ അവൻ മാത്രമേ നോമ്പെടുക്കേണ്ടതുള്ളൂ. അല്ലാഹ് ആരോടാ നോമ്പെടുക്കാൻ പറഞ്ഞത്? ഈമാനില്ലാത്തവൻ, ഖദറിൽ ഈമാൻ ഇല്ലാത്തവൻ, വിചാരണയെ കുറിച്ച് ബോധമില്ലാത്തവൻ, അവൻ വെറുതെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ ഫീ ലൈലത്തിൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന എല്ലാ ഹദീസിന്റെ അവസാനം പാപങ്ങളൊക്കെ പൊറുക്കുന്ന ഈമാനോടുകൂടി നോമ്പെടുത്താൽ ഈമാനുള്ളവനായിക്കൊണ്ട് രാത്രി നമസ്കാരം നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു അതിലുള്ള വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളെ അവർക്ക് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷയുടെ ഏതൊക്കെ മേഖലകൾ കൊളുത്താൻ പിശാച് ഇങ്ങനെ കൊളുത്തുമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടർന്നുകൊണ്ട് ഹദീസിലെ പരാമർശം, മരത്തിന്റെ ചുവട്ടിലിരുന്ന വ്യക്തി ഇബ്രാഹിം നബിയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ നേരത്തെ മരിച്ചുപോയ, ചെറുപ്രായത്തിൽ മരിച്ചുപോയ കുട്ടികളായിരുന്നു. മരത്തിന്റെ ചുവട്ടിൽ നിന്ന് തീ കത്തിക്കുന്ന വ്യക്തി, അദ്ദേഹം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കാണ്. ഞാൻ ജിബ്രീലാണ്. രണ്ടാളുകളാ കുട്ടി കൊണ്ടുപോയത്. ഞാൻ ജിബ്രീലാണ്, കൂടെയുള്ളത് മിഖായിലാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആകാശത്ത് ഇങ്ങനെ തല ഉയർത്തി നോക്കാൻ വേണ്ടി ഉയർത്തി നോക്കിയപ്പോൾ മേഘം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട രൂപത്തിൽ പ്രവാചകന് വിധിക്കപ്പെട്ട ഭവനം കാണിച്ചു കൊടുക്കണം. ഒന്ന് പ്രവേശിച്ചോട്ടെ എന്ന് സമയമായിട്ടില്ല. താങ്കൾക്ക് നിശ്ചയിച്ച ആയുസ് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് തിരിച്ചു പോകണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പ്രവാചകന് ലഭ്യമായ ഈ വഹി അറിയിക്കുകയാണ്. വ്യഭിചാരത്തിന് ഖബറിൽ ബർസഖിൽ ശിക്ഷയുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് സാമ്പത്തികമായ വിശുദ്ധി, ശാരീരികമായ വിശുദ്ധി, മാനസികമായ വിശുദ്ധി, എല്ലാ നിലത്തിലുള്ള ഒരു ശുദ്ധീകരണം. ആ ശുദ്ധീകരണത്തിൽ നിന്ന് മോചനം നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ബർസഖിൽ അവനേറെ പ്രയാസപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പല വിഷയങ്ങളും, പല കഠിനപരമായ കാര്യങ്ങളും ഒക്കെ സക്കാത്ത് നൽകാതെ സമ്പത്ത് സ്വരൂപിച്ചു കൂട്ടിയവൻ, അവന്റെ ശേഖരിച്ചു വെച്ച സമ്പത്ത് പാമ്പിന്റെ രൂപത്തിൽ അവനിലേക്ക് ശിക്ഷയായി വരുമെന്ന്, കടബാധ്യതയുമായി മരണപ്പെട്ടു പോയ അവന് അനുഭവിക്കേണ്ട സ്വർഗീയ നന്മയുടെ ഫലമായി അവൻ അനുഭവിക്കേണ്ട സ്വർഗീയമായ കാഴ്ചകൾ അവന് തടയപ്പെടുമെന്ന്
തുടങ്ങിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ബർസഖ് ജീവിതവുമായി ഖബർ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, തിന്മകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കും. സൂക്ഷിക്കുക, എന്റെ ഭാഗത്ത് നിന്ന് എവിടെയാണ് എന്ത് വീഴ്ചയാണ് വരുന്നത്. രണ്ട്, എന്തെങ്കിലും ഒരു തിന്മ സംഭവിച്ചാൽ ഉടൻ തൗബ ചെയ്യുകയും പിന്നീട് മടങ്ങാതിരിക്കാനുള്ള പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവുകയാണ്. മൂന്ന്, തിന്മകളെ മായ്ച്ചു കളയാൻ പര്യാപ്തമായ നന്മകൾ. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്. തിന്മകളെ നന്മകൾ മായ്ച്ചു കളയും. കളവ് പറഞ്ഞാൽ നമുക്കറിയാം, വേറെ ആർക്കും അറിയില്ല, ദുനിയാവിൽ വേറെ ആർക്കും അറിയില്ല, അള്ളാഹ്ക്കും അറിയാം, നമ്മക്കും. ഒന്ന് ഉളുവെടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അത് മീസാനിലേക്ക് ആ ചെയ്തു പോയ തിന്മയിൽ നിന്ന് കുറ്റബോധത്തോടു കൂടി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയും ഒരു നന്മ, ഒരു ദാനധർമ്മം, ഒരു 2 റക്അത്ത് നമസ്കാരം മുഖേന, നന്മകളുടെ വർധനവ് മുഖേന ആ തിന്മകളെ ഇല്ലാതാക്കി കളയാൻ നമുക്ക് പരിശ്രമിക്കേണ്ടത്. ഏറ്റവും അവസാനം ശ്രദ്ധിക്കേണ്ടത് ശക്തമായ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി പ്രാർത്ഥനകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യ വമമാതി മിൻ ഫിത്നത്തിൽ മസീഹിൽ ദജ്ജാൽ. ഒരുപാട് പ്രാർത്ഥനകളുടെ ഇടയിലൂടെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ നമസ്കരിക്കുമ്പോൾ പലതവണ ചൊല്ലിയിരുന്നു. പക്ഷെ നമുക്ക് പലപ്പോഴും നിസ്കരിക്കുമ്പോ നിർവഹിക്കുന്ന ദിക്റുകൾ, ദുആകൾ, ഇതും നമ്മുടെ മനസ്സും തമ്മിൽ ലിങ്ക് ഇല്ലാത്തത് കൊണ്ട് എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ലാന്ന് മാത്രം. അങ്ങനെ ആവരുത് നമസ്കാരം. നമസ്കാരത്തിൽ ശക്തമായ കോൺസെപ്റ്റ്, പറയുന്ന ഓരോ വാചകങ്ങളും റബ്ബിനോടുള്ളൊരു സംസാരം, റബ്ബിനോടുള്ളൊരു മുനാജത്ത്. റബ്ബേ, എന്നെ നരകത്തെ ഖബറിലെ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് കാക്കേണമേ എന്ന് പറയുന്നുണ്ട്. മനസ്സറിയാതെ പോയി എന്നുള്ളതാണ്. അങ്ങനെ ആയി തീരരുത്. ശക്തമായ മനസ്സാന്നിധ്യത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളൊക്കെ എടുത്ത് പഠിക്കുക, പ്രാർത്ഥനകളുടെ അർത്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമസ്കാരത്തിൽ മൈൻഡ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ തിരിച്ച് കൊളുത്തി വലിച്ച് കൊണ്ട് തന്നെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിന്റെ ഫള് കൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാണ്. എല്ലാവിധ അദാബുകളിലും, ദുനിയാവിലെയും ബർസഖിലെയും ഖിയാമത്തിലെയും എല്ലാവിധ അദാബുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ഉറ്റവരെയും കാത്തുരക്ഷിക്കുന്നതാണ്. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് തിരിച്ചു പോയ ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുകയും അവന്റെ മർഹമത്താകുന്ന സ്വർഗീയ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാണ്. പരിശുദ്ധ റമദാന്റെ വരാനിരിക്കുന്ന രാപ്പകലുകളിൽ പരമാവധി നന്മകൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാണ്. എന്തൊക്കെ തിന്മകൾ ജീവിതത്തിൽ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടോ അവയെല്ലാം ഈ ഒരു റമദാനോടുകൂടി അവസാനിച്ച് തുടർന്നുള്ള ജീവിത കാലഘട്ടം ഒരു ശുദ്ധീകരിച്ച് പൂർണ്ണമായും തസ്കിയത്ത് നേടിയ മനസ്സും ശരീരവുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.